നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ അല്ല അപ്ലോഡ് ചെയ്യാനായിട്ടിരുന്നത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ ചില പേഴ്സണൽ താല്പര്യങ്ങളാൽ ഞാനത് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നാളെ ആ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വെരി സ്പെഷ്യൽ വീഡിയോ ആണ് നാളെ വരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ആ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് പേർക്ക് സന്തോഷം തോന്നിക്കുന്ന, ഞങ്ങൾക്ക് പേഴ്സണലി സന്തോഷം തോന്നിയൊരു കാര്യമാണ് നാളത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ആ വീഡിയോ നടക്കത്തില്ല. നാളെ നമുക്ക് അതിനെപ്പറ്റി നാളെ സംസാരിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഇതേ പരിപാടികൾ തുടങ്ങുകയാണ്. സമയം 8:15 മണിയായി. ഇപ്പോഴും ഞാൻ കിച്ചണിലേക്ക് കയറിയതേ ഉള്ളൂ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പുറത്തൊക്കെ കുട്ടികളുണ്ട്. അടിയും വിളിയും ബഹളവും കരച്ചിലും ഒക്കെ കേൾക്കുന്നത് കണ്ടില്ലേ. സ്കൂളില്ല, വീട്ടിലുണ്ട് എല്ലാവരും ഒക്കെ. അപ്പോൾ അതിൻ്റെ ബഹളമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോഴത്തെ കിച്ചണിലേക്ക് കയറിയതേ ഉള്ളൂ. വന്ന പാടെ തന്നെ 8 മണിക്കെങ്കിലും അരി അടുപ്പത്തിട്ടാലേ 12 മണിക്കെങ്കിലും അത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം അരി അടുപ്പത്തിട്ട് തിളച്ച് റൈസ് കുക്കറിൽ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പം അരി ഒന്നും അരപ്പൊന്നുമില്ല കേട്ടോ, മാവൊന്നും അരച്ച് വെപ്പില്ല. അതുകൊണ്ട് ഇഡ്ഡലി ദോശ ഒക്കെ വളരെ കുറവാണ്. മാവ് വാങ്ങും, ഒരു ദിവസം കൊണ്ടുണ്ടാക്കും, തീരും. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടും പയറും പപ്പടം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഞാൻ മുട്ട കൂടി പുഴുങ്ങാൻ വെച്ചു കേട്ടോ. ഇവിടെ എനിക്കും ഏട്ടനും രാവിലെ ഏട്ടനും മുട്ട കഴിക്കാറുണ്ട്, ഞാനും മുട്ട കഴിക്കാറുണ്ട്. ഞങ്ങൾ മസ്റ്റെന്നല്ല, കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മുട്ട പുഴുങ്ങാൻ വച്ചിട്ടാണ് എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കയറിയിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ടിന് മാവ് നനയ്ക്കാം. ഒരു മോർണിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എത്ര തന്നെയാണ് മോർണിംഗ് വീഡിയോ, അല്ലാതെ അതിൽ കൂടുതൽ എന്നെ നേരത്തെ കുഞ്ഞ് വീഡിയോ. അപ്പോൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. സോ ഞാൻ എൻ്റെ പുട്ടിൻ്റെ മാവെല്ലാം ഇവിടെയാണ് വച്ചിട്ടുള്ളത്. ഇത് പുട്ടിൻ്റെ മാവ്, പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവ്, വെളിച്ചെണ്ണ, ഇത് ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വേദയ്ക്കും ഏട്ടനും കൂടിയിട്ടാണ് പുട്ടും പയറും പപ്പടവും. ഞാൻ പഴവും മുട്ടയൊക്കെ കഴിക്കാൻ കരുതി കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കല്യാണ സമയമൊക്കെ ഉണ്ടായിരുന്നില്ല, ഗീത ചേച്ചിയുടെ മകൻ്റെ കല്യാണ സമയത്തൊക്കെ ഞാനൊരു 60 കിലോ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ 58 എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കഴിക്കും. ഇന്നലെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഗ്യാസ് കത്തിയിട്ടില്ല. മണം വരുന്നുണ്ട്. അത് ഇവിടുത്തെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ അവിടെ ഗ്യാസ് ഓഫ് ആവും കേട്ടോ. അത് ഇതിൽ അതങ്ങ് ഓഫാവും. അപ്പോൾ 58 കിലോ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കല്യാണത്തിന് ചെന്നാൽ ഫുഡ് അടി ഉറപ്പായിട്ടും കാണും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതി എന്തായാലും രാവിലെ മുട്ടയും പഴവും കൂടി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ കളിയാക്കുന്നുണ്ടെങ്കിലും ആ ഡയറ്റ് ചെയ്യുന്ന സമയം 1-2 കിലോ ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. പറ്റാത്തത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ്, കാര്യങ്ങൾ, പാർട്ടി ഒക്കെ വരും കേട്ടോ. പിന്നെ അത് നടക്കത്തില്ല. നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനോ മറ്റേ സ്ഥലത്തിൽ പോയിട്ട് ഡയറ്റ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ അതൊരു മോശം ഇതാണ്. പിന്നെ നല്ല ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ വേണ്ടാന്നും വയ്ക്കത്തില്ലല്ലോ. അതുകൊണ്ട് മീൻസ് കഴിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കിതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയം 1-2 കിലോ കുറയുന്നുണ്ട്. അത് പക്ഷേ വിസിബിൾ ആയിരിക്കില്ല. 1-2 കിലോ കുറച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കത് നേരിൽ കാണാൻ പറ്റില്ല. പക്ഷെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എന്തായാലും കരുതി ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യാം. ഡയറ്റ് എന്നുള്ള വാക്ക് ഞാൻ മിണ്ടുന്നില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈവനിങ്ങും ഉച്ചയ്ക്കുമൊക്കെ ഞാൻ സാലഡ്സൊക്കെയാണ് കഴിച്ചിട്ട് 58 kg ആയത്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞില്ല, കോഫിയൊക്കെ ഞാൻ ഈവനിങ് മസ്റ്റായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇനി കട്ട് ചെയ്യുക, കംപ്ലീറ്റ് ഷുഗർ കട്ടൊന്ന് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഷുഗർ കട്ട് നടക്കില്ല എങ്കിലും എന്നാലും ഞാൻ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വണ്ണമായിട്ട് തോന്നി കേട്ടോ. വണ്ണം ഉണ്ടായിട്ട് തന്നെ 58 kg 55 നിന്നും 58 വരുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് 55 എത്തിക്കണമെന്നാണ് ആഗ്രഹം. 50 എത്തിക്കാൻ നടന്ന ഞാനാണ്. അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി 55 എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അമ്മയും ചീമയൊക്കെ പറയും,
എന്തിന് നീ ഇത് പറയണം, നീ വെയിറ്റ് കുറഞ്ഞാൽ പറഞ്ഞാൽ പോരെ ഞാൻ ഡയറ്റ് ചെയ്തു വണ്ണം കുറച്ചു എന്ന്. പക്ഷെ എനിക്കത് നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളും കരുതില്ല എന്താ സംഭവം. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ആ കഴിക്കാത്ത ദിവസങ്ങളിൽ 1-2 കിലോ ഞാൻ ഒരാഴ്ച കൊണ്ടൊക്കെ 1 കിലോ ഒക്കെ ഞാൻ എന്തായാലും കുറയ്ക്കാറുണ്ട് കേട്ടോ. പുട്ടിനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഏട്ടനില്ല, അല്ലെങ്കിൽ ഏട്ടൻ വീഡിയോ എടുത്തതാണ്. ഏട്ടൻ എവിടെയോ വായി നോക്കാൻ പോയി. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ മോർണിംഗ് വീഡിയോസ് എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല, ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കരുതി എന്തായാലും ഇന്ന് മോർണിംഗ് വീഡിയോ എടുക്കാം. എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കാണുന്നത്. ഇന്ന് നമ്മുടെ മോർണിംഗ് വ്ളോഗാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കെറ്റിൽ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചു. ഇതെനിക്ക് കൊളാബ് വന്നത് കേട്ടോ. എഗാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ്. വെരി യൂസ്ഫുൾ തിങ് ആണ് കേട്ടോ. നമുക്ക് സ്റ്റീം ചെയ്യാം, മുട്ട പുഴുങ്ങാം ഇതിൽ വെച്ച്. ഞാൻ എഗ് ബോയിലർ ഓൾറെഡി വാങ്ങിയ ശേഷമാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അതുകൊണ്ട് എഗ് ബോയിലർ ഞാൻ വേറെയാണ് ചെയ്യുന്നത്. പക്ഷെ വെള്ളമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കെറ്റിലാണ്, തിളപ്പിക്കാൻ പറ്റും. സ്റ്റീം ചെയ്യാനായിട്ട് ഇത് സ്റ്റീമറൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഇലയപ്പമൊക്കെ ഇതിലുണ്ടാക്കാറുണ്ട് കേട്ടോ. 1-2 ഇലയപ്പമൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെയാണ് ഞാൻ സ്റ്റീം ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. വേണമെങ്കിൽ ഞാനൊന്നുകൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അരിമാവിലൊക്കെ നിറയെ വെള്ളം പിടിക്കും. ഗോതമ്പ് മാവിൽ നമ്മൾ സൂക്ഷിച്ചൊഴിച്ചില്ല എങ്കിൽ കൊഴുക്കട്ടയായി പോവും. ബദാം രാവിലെ കഴിക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രീൻ ടീ ഒക്കെ ഞാൻ ഡെയിലി റൊട്ടീനായിട്ട് കുടിക്കുന്ന ഒരു സാധനം കേട്ടോ. പിന്നെ അതിൽ ലൈമും ഹണിയൊക്കെ ചേർക്കുമായിരുന്നു. അതൊരു യൂസ്ലെസ് തിങ് ആണ്, ഈ ലൈമും ഹണിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ നമ്മൾ മെലിയുമെന്നുള്ളത്. പക്ഷെ എനിക്കത് കുടിക്കുമ്പോൾ ഭയങ്കര ഉന്മേഷം തോന്നും. അതുകൊണ്ടാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനതങ്ങ് നിർത്തി കേട്ടോ. ലൈമൊക്കെ വെറും വയറ്റിൽ കുടിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കുടിച്ചുകൊണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഹണി വിത്ത് ലൈം നല്ല ഹോട്ട് വാട്ടർ, ചെറിയ ഹോട്ട് വാട്ടറിൽ കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. ഇനി നമ്മൾ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് അത് കുടിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ പിന്നെ വെറുതെ കുടിച്ച് നമ്മുടെ ബോഡിയെ കൂടി ചീത്താക്കണ്ടെന്ന് കരുതി അതിപ്പോൾ നിർത്തി കേട്ടോ. ട്രെഡ്മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫുഡ് കൺട്രോൾ ചെയ്താലേ കാര്യമുള്ളൂ മക്കളെ. കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കൺട്രോളാണ്. അതുകൊണ്ടാണ് ഞാൻ 58 കിലോ എത്തിയത്. ബാക്കിയുടെ കുറയ്ക്കണം. ഞാൻ സാലഡ്സൊക്കെയാണ് കഴിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വണ്ണം കുറഞ്ഞിട്ട് പറയാം കേട്ടോ. സാലഡ്സ് എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. കുറച്ചുകൂടെ മാവ് ഇതാവും തോന്നുന്നു. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ സാധനത്തിൻ്റെ ഉപയോഗങ്ങളും മറ്റും. കുറച്ച് തേങ്ങ കൊണ്ട് ചിരണ്ടിയിട്ട് പുട്ട് റെഡി. പയർ വേവിച്ചില്ല, പയർ വേവിക്കാം. ചെറുപയർ വേണോ പെരുംപയർ വേണോ? പെരുംപയർ എടുക്കാം അല്ലേ? പെരുംപയർ തന്നെ നമുക്കെടുക്കാം. പയറൊക്കെ നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സ്ഥലമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആശീർവാദ് ഗോതമ്പ് മാവ് പെട്ടെന്ന് പുഴു കയറുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എന്നുള്ളത്. ഫ്രിഡ്ജിൽ സത്യം പറഞ്ഞാൽ സ്ഥലമില്ല. 5 കിലോ മാവൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എല്ലാം പയർ, എല്ലാ വർഗ്ഗങ്ങളും സാധനങ്ങളും ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഫ്രിഡ്ജിൽ സ്ഥലമില്ല. ഇപ്പം പിന്നെ മിക്കവാറും ഒക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പുറത്തിരിക്കുക, പെട്ടെന്ന് ചീത്തയാവില്ല. എല്ലാ സാധനവും ഞാൻ അതിനകത്ത് തന്നെയാണ് വയ്ക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. പയർ കുറച്ച് വേവുണ്ട്. അപ്പോൾ വേവിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ ഇടുന്നത്. മതി, കുറച്ച് മതി. എൻ്റെ കുഞ്ഞി കുക്കർ. ഏട്ടൻ വന്നു. വേദസുഖം ഉറക്കം കേട്ടോ. മൺഡേ മാത്സ് എക്സാമാണ്. ഇന്ന് ഈവനിങ് ആണ് ട്യൂഷൻ. ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ലാന്ന് തോന്നുന്നു. വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. പഴം വാങ്ങിച്ചാ എന്താ ചെയ്യ? അയ്യോ, വീണ്ടും ഗ്യാസ് ഓഫ്. അരി തിളച്ചു. പയർ വേണ്ടേ? മതിയെങ്കിൽ മതി. പുട്ടും പഴവും മതിയെങ്കിൽ എന്താന്ന് പറഞ്ഞു. പുട്ടും പഴവും മതി എന്ന് പറഞ്ഞു. എനിക്ക് ഈസിയായി എന്തെയും. പക്ഷെ എന്തായാലും ഞാൻ പയർ വേവിക്കാനിട്ടില്ലേ. നമുക്ക് ഉച്ചയ്ക്ക് പയർ തോരൻ ഉണ്ടാക്കാം. ചോറിനോടൊപ്പം കറി പയർ തോരൻ. പുട്ട് മാത്രം നനച്ചാൽ മതി. രക്ഷപ്പെട്ടു.
നിറയെ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് പുട്ട് വേവിക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ലതായിട്ട് മാവിരിക്കും കേട്ടോ. എന്നെ ഒരുപാട് പേര് പഠിപ്പിച്ച് തന്നു. പക്ഷെ അതിന് മുന്നേ നമ്മൾ വീട്ടിൽ ഗോതമ്പ് പുട്ടായാലും അരിപുട്ടായാലും മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും. ഞാൻ അതിന് മുന്നേ അങ്ങനെ തന്നെയാണ് പുട്ട് അവിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഗോതമ്പ് പുട്ടൊക്കെ നല്ലതായിട്ട് കിട്ടും. പുട്ടിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒറ്റ കറക്കിയാതെ. മാവ് കൂടിപ്പോയി, കുഴപ്പമില്ല. ഇവിടെ പുട്ട് തന്നെയല്ല വൈകുന്നേരം, അതുകൊണ്ട് വൈകിട്ടാ പുട്ട് കൊടുക്കാം. ഇത് നോക്കി, നമ്മുടെ മാവ് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റക്കറക്ക് നനഞ്ഞു പോവരുത്, ഒരു പരുവുണ്ട്. ആ പരുവത്തിന് നനച്ചില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ചപ്പാത്തിയുടെ മാവ് കണക്ക് കുഴങ്ങ് പോകും. ഓക്കെ, പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരണ്ടി അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് നനച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ബാക്കി വന്നാൽ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് എടുത്താൽ അതുപോലെ ഇരിക്കും. പിന്നെ നനയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതുപോലെ എടുത്ത് പുട്ടുകുറ്റിയിൽ വെച്ച് വേവിച്ചാൽ നല്ലതായിട്ടിരിക്കും. തേങ്ങ ചിരണ്ടിയിട്ട് വരാം. ഓക്കെ, എന്ത് നല്ല മാവാന്ന്. ഉണ്ടയൊന്നും ഇല്ലാണ്ട് നല്ല പൊടിയായിട്ടുള്ള അടിപൊളി മാവ്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ടാട്ടോ ഇങ്ങനെ നല്ല പൂ പോലെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് തേങ്ങയും കൂടി ചിരണ്ടിയിടാം. തേങ്ങ ഓൾറെഡി പൊട്ടിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ തേങ്ങ തന്നെ എടുക്കാം. ഞാൻ മുന്നേ ചിരണ്ടി വയ്ക്കാമായിരുന്നേ, ഇപ്പോൾ ചിരണ്ടി വയ്ക്കൂല. കാരണം അപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ചെന്തെങ്കിലും മതി. പിന്നെ ഒരെണ്ണം നിന്ന് ചിരണ്ടി ഫ്രീസറിൽ കയറ്റുന്നതിനെക്കാട്ടി അപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് ചിരണ്ടി എടുക്കുന്നതിലും നല്ലത്. ഇത് 2-3 ദിവസം പൊട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ അത്രയ്ക്കുള്ള ആവശ്യം നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടാൻ പോവാം. ഇവിടെയൊക്കെ ആകെ വൃത്തികേടായി കിടപ്പുണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇവിടെ നമ്മൾ കിച്ചൺ പോലെ അത്രയും ടൈലും സാധനങ്ങളൊക്കെ ഇട്ട് അത്രയും നീറ്റായിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തികേടുണ്ടാവും. പിന്നെ നമ്മളിവിടെ മുകളിൽ ഇതൊക്കെ ചെയ്തില്ലേ, വാർക്കയൊക്കെ ചെയ്തില്ലേ, അതിനുശേഷം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ സിമെൻറ്റും പൊടിയും അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ ചെയ്യാനുണ്ട്. എപ്പോഴും പറയല്ലേ, എന്നാണോ ഓനി തേങ്ങ ചിരണ്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുട്ടിൻ്റെ മുകളിലും താഴേക്കും അല്ലേ ഇടുന്നത്. പക്ഷേ എനിക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇവിടെ ഒന്നാമത് തേങ്ങ പുട്ടിലിടുന്നത് അച്ഛനും കണ്ടുകൂടാ, മോക്കും കണ്ടുകൂടാ. അപ്പോൾ പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും. പുട്ടിൻ്റെ തേങ്ങ ഇല്ലാണ്ട് എന്ത് രുചിയല്ലേ. അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും. ഇട്ടെന്ന് അറിയും എങ്കിലും ആ മുകളിലും താഴെയുള്ളതുപോലെ എടുത്ത് കളയാനും പറ്റത്തില്ല. നിറയെ തേങ്ങ ഇട്ട് എടുക്കുകയാണേ. ഇത്രയും പുട്ട് മാവ് വേണ്ടി വരില്ല, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങയിട്ട് മിക്സ് ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പം സെറ്റായി. ഇത്ര മതി. മാവ് ഇത്രയും തന്നെ വേണമെന്നറിയില്ല. ബാക്കിയെടുത്ത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നിട്ട് വൈകിട്ട് പുട്ടവിക്കാം. തേങ്ങ കൂടിപ്പോയപ്പോൾ പിന്നെ ഇത് ഇത്രയും തട്ടിയിട്ട് ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെക്കാം. ഈ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുത്തില്ല എന്ന് വെച്ചാൽ ഈവനിങ് നമ്മൾ പുട്ട് നനയ്ക്കാൻ എടുത്തില്ല, പുട്ട് വേവിക്കാൻ എടുത്തില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ആ തേങ്ങ ഒരു മാതിരിയാകും കേട്ടോ. പിന്നെ പുട്ട് എടുക്കാൻ കൊള്ളില്ല. ഫ്രീസറിലാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ആ തേങ്ങ, അത് ഇട്ടിരിക്കുന്ന തേങ്ങ ചീത്തയാവാണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഫ്രീസറിൽ വെച്ചാലൊന്നും ചെയ്യില്ല. തേങ്ങ ഇട്ടതാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പോൾ ചീത്തയാവും കേട്ടോ. തേങ്ങ ഇടാതെയാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതെങ്കിൽ, താഴെയാണ് വയ്ക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യില്ല. തേങ്ങ ഇട്ടാൽ ഫ്രീസറിൽ തന്നെ വയ്ക്കാം. പയർ ഇപ്പം അത്യാവശ്യമില്ലല്ലോ, അത് പിന്നെ അവിടെ പതുക്കെ ഇരുന്ന് വേവട്ടെ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇൻഡക്ഷനിൽ വയ്ക്കാനുള്ളായിരുന്നു, മറന്നുപോയി. വീഡിയോ എടുത്ത് ഇതിൽ മറന്നുപോയി. കളിക്കാട് വീട്ടിലെ കുക്കറിൻ്റെ മുകളിൽ തട്ടിയപ്പോൾ വിസിലായിട്ട് ഇപ്പോൾ താഴെ പോകാൻ കുക്കറിൻ്റെ മുകളിൽ ചിരട്ടയില്ല അതിൽ സെറ്റ് ചെയ്ത് അതിനകത്താണ് പുട്ട് വേവുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ കാണുന്നത്. അപ്പോഴാണ് ചിരട്ടപ്പുട്ട് അതിൻ്റെ വേറൊരു ഇതുണ്ട് കേട്ടോ. ഈ സാധനം പോലും ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇതിലാണ് വേവിച്ചുകൊണ്ടിരുന്നത് പുട്ട്.
മാവ് എന്തായാലും ബാക്കി വരും. വേദ കുറച്ചേ കഴിക്കൂ. പൊറോട്ടയും ചിക്കനും ആണെങ്കിൽ 2 പൊറോട്ട കഴിക്കാൻ കഴിയും. പുട്ടാണെങ്കിൽ ഇത്ര. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞ് ഇഡ്ഡലി, ഒരു കുഞ്ഞ് ദോശ. ഇനി നമുക്ക് മുട്ട തോട് പൊളിച്ച് വയ്ക്കാം. വേദ കഴിക്കില്ല മുട്ടയൊന്നും. ബുൾസൈ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും. മുട്ട പൊളിച്ച് കഴിഞ്ഞു. നമുക്ക് ബദാം കൂടി. കയ്യിലൊന്നും ഉറക്കില്ല. ഇത് തന്നെ എപ്പോൾ എന്തെടുത്താലും ഇത് തന്നെ. ഇത് പൊട്ടാത്ത ഭാഗ്യം. എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ടാവാം. ആ ഗ്രീൻ ടീ ഇട്ട് വെച്ചിട്ട് ഇതുവരെ കുടിക്കാനുള്ള സമയം കിട്ടിയില്ല. പുട്ടുകുറ്റിയിൽ ആവി വന്നോ എന്ന് നോക്കിയത്. കുക്കറിലാണോ അതിലാണോ ഷൂ വരുന്നതെന്ന് നോക്കിയത്. ആവി വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി ഉച്ചത്തോടുകൂടെ നോക്കിയാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പുട്ട് റെഡി. പുട്ടിന് ആവി വന്നിട്ട് കുറച്ച് സമയമായി. ബദാമും തെളിച്ചുകൊണ്ട് നിന്നോണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയില്ല. അപ്പം നമുക്ക് പുട്ടിങ് എടുക്കാം. സോ ടുഡേസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ആവി പറക്കുന്ന പുട്ടും ഒരു മുട്ടയും കുറച്ച് ബദാമും പഴവും. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പുട്ട്, പഴം, മുട്ട, ബദാം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് പരിപാടികളെല്ലാം എൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കിയിരിക്കും. പഴം കഴിക്കും, മുട്ട കഴിക്കും, ബദാം കഴിക്കും. കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഉച്ചയ്ക്കുള്ള മീനും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും വയ്ക്കുക. അതാണ് നമ്മുടെ എന്നത്തെയും പരിപാടി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നത്തെയും പരിപാടി. അപ്പോൾ നാളത്തെ ആ വിശേഷം, നാളെ എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളത്തെ ആ ഒരു വിശേഷം എന്താണെന്നുള്ളത് കാണുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ല സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ.